खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും. ദിസ് വീക്ക് വിത്ത് ഹുസൂർ പരിപാടിയിലേക്ക് സ്വാഗതം. 2 മുലാഖാത്തുകളിൽ നിന്നുള്ള ഹൈലൈറ്റുകളാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒന്ന് ഡോക്ടർമാരും മെഡിക്കൽ വിദഗ്ധരുമായുള്ളതാണ്. മറ്റൊന്ന് കാനഡയിലെ ആമില അംഗങ്ങൾക്ക് ഒപ്പമുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഡോക്ടർമാരും മെഡിക്കൽ വിദഗ്ധരും ശനിയാഴ്ച ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ശനിയാഴ്ച ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്കും മെഡിക്കൽ വിദഗ്ധർക്കും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. UK-യിലെ ഇസ്ലാമാബാദിൽ നടന്ന മുലാഖാത്തിൽ പങ്കെടുത്തവർക്ക് തങ്ങളെ ഹുസൂർ തിരുമനസ്സിന് പരിചയപ്പെടുത്താനും തങ്ങളുടെ മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നടത്തിയിടാനും അവസരം ലഭിച്ചു. ICUവിനെ സംബന്ധിച്ചാണ് എൻ്റെ ചോദ്യം. ഒരു രോഗിയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇപ്പോൾ മെഡിക്കൽ സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഒരു വ്യക്തിയെ ജീവനോടെ നിലനിർത്താൻ കഴിയുന്ന യന്ത്രങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് രോഗിയുടെ കുടുംബവുമായി സംസാരിക്കേണ്ടി വരാറുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം നിർദ്ദേശം അനിവാര്യമാണ്. ഈ ചർച്ചകളെ എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഡോക്ടർമാർ പലപ്പോഴും ചില രോഗികളെ ദയാവധവുമായി മുന്നോട്ടു പോകാൻ ഉപദേശിക്കുകയും രോഗിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ രോഗിയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന കുടുംബാംഗങ്ങൾ കഴിയുന്നത്ര കാലം രോഗിയെ ജീവനോടെ നിലനിർത്താൻ പറയുന്നു. ഞാൻ സാധാരണ ആളുകൾക്ക് എഴുതുന്നത്, മസ്തിഷ്കം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 50% മുതൽ 60% വരെ ശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ രോഗിയെ ഒരു യന്ത്രത്തിലോ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലോ ഇതിൽ വെച്ചോട്ടെ. കഴിയുന്നത്ര കാലം അവർ അതിൽ കഴിഞ്ഞോട്ടെ. രോഗിയുടെ ആരോഗ്യം പൂർണ്ണമായും അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരം ഒരു രോഗിയെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം. അത്തരം രോഗിയെ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നിരീക്ഷിക്കുക. അവർക്ക് പൂർണ്ണമായും മസ്തിഷ്ക മരണം സംഭവിച്ചുവെങ്കിൽ രോഗിയെ ജീവനോടെ നിലനിർത്തുന്നതിൽ അർത്ഥമില്ല. ഒരാളുടെ ആയുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ലല്ലോ ലക്ഷ്യം, ക്വാളിറ്റിയുള്ള ജീവിതമായിരിക്കേണ്ടതാണ്. അതിനാൽ നിങ്ങൾ രോഗിയുടെ ബന്ധുക്കളുമായി കൂടി ആലോചിച്ച് യന്ത്രം നീക്കം ചെയ്യുക. മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? കാര്യം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. ഇതാണ് ഞാൻ സാധാരണയായി പറയുന്നത്. പിന്നെ എല്ലാവർക്കും അവരുടേതായ വികാരങ്ങളുണ്ടല്ലോ. രോഗിയെ പരിപാലിക്കുന്ന ഡോക്ടർക്ക് മികച്ച തീരുമാനം എടുക്കാൻ കഴിയും. നിങ്ങളുടെ വൈദഗ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ വൈദ്യോപദേശം നൽകുക. അസ്സലാമു അലൈക്കും ഹുസൂർ. വൈദ്യശാസ്ത്രം അഭ്യസിക്കാൻ നമുക്ക് സർജൻ എന്ന നിലയിലും ഡോക്ടർ എന്ന നിലയിലും വ്യക്തിപരവും കൂട്ടായ്മയോടും കൂടിയും എങ്ങനെ അടുത്ത തലമുറയിലെ അഹമ്മദീയ യുവാക്കളെ ഉപദേശിക്കാനും പ്രചോദിപ്പിക്കാനും കഴിയും? എങ്ങനെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു കരിയർ പിന്തുടരാൻ അവരെ മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കും? നുസ്രത്ത് ജഹാൻ പദ്ധതി ഈ ജോലികൾ നിർവഹിക്കുന്നുണ്ട്. വിവിധ സെമിനാറുകൾ നടത്തുകയും ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും സെമിനാറിലേക്ക് ക്ഷണിക്കുകയും ഇക്കാര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ മെഡിക്കൽ അസോസിയേഷൻ്റെ കടമയാണ്. ഇക്കാര്യത്തിൽ കൗൺസിലിങ്ങിനും മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുന്നതിനും ജമാഅത്തിലെ തഅലീം വകുപ്പും സഹായിക്കാൻ കഴിയുന്ന വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥി സംഘടനകളുമുണ്ട്. കൂടാതെ നിങ്ങൾ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ തുടക്കത്തിലെ ഈ ദിശയിലേക്ക് നയിക്കാനും സാധിക്കണം. ഇതൊരു നല്ല ജോലിയാണെന്ന് അവരോട് പറയുക. അവർക്ക് വൈദ്യശാസ്ത്രത്തിൽ താല്പര്യം വളർന്നു വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? വിദ്യാർത്ഥി കോളേജിൽ പോകുന്നു, 12ാം ക്ലാസ് പൂർത്തിയാക്കി തൻ്റെ തൊഴിൽ തിരഞ്ഞെടുക്കുന്നു. ഒരു വിദ്യാർത്ഥി നിയമം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് ജനപ്രീതി നേടിയിരിക്കുകയാണല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആളുകളെ അവരുടെ മനസ്സ് കവർന്നിരിക്കുകയാണ്. അതിനാൽ വിദ്യാർത്ഥികൾ ആ പ്രായത്തിലെത്തുന്നതിന് മുമ്പ് അവർക്ക് കൗൺസിലിംഗ് നൽകുക. ഇതിനായി നിങ്ങളുടെ ജമാഅത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറി, തഅലീം സെക്രട്ടറി, മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിക്കണം. യുവാക്കൾ ഉപദേശിക്കുകയും നയിക്കുകയും പ്രസക്തമായ യോഗങ്ങളും സെമിനാർ നടത്തുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയും പരിപാടി നടത്തുകയും ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട്. മറ്റുള്ളവരെ ഫലപ്രദമായി ഉപദേശിക്കാൻ കഴിയുന്ന മതിയായ ആളുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ ഫലങ്ങളിലും ട്രാൻസ്ലേഷൻ റിസർച്ചിൽ പന്നികളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഗവേഷണം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് എൻ്റെ ചോദ്യം ഹൃദയ മസ്തിഷ്കം സംബന്ധിച്ചാണ് എനിക്ക് താല്പര്യം. ഒരു വ്യക്തി
വ്യക്തിയുടെ ചിന്തകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പലതവണ പരാമർശിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഹുസൂർ തിരുമനസിൻ്റെ മാർഗനിർദ്ദേശം എന്താണ്? ആത്മീയ അനുഭവങ്ങൾ അനുഭവിച്ചവർ പറയുന്നത് ആദ്യം ഹൃദയത്തിനുള്ളിൽ അനുഭവപ്പെടുന്നു, തുടർന്ന് ആ സിഗ്നൽ തലച്ചോറിലെത്തുന്നു, അത് പിന്നീട് ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്നു എന്നാണ്. ഒരു ചിന്ത ആദ്യം ഒരാളുടെ തലച്ചോറിലേക്ക് വരുന്നുവെന്നും പിന്നീടാണ് അത് ഹൃദയത്തിലേക്ക് വരുന്നതെന്നും ഹൃദയത്തിന് യാതൊരു ബന്ധവുമില്ലെന്നുമാണ് നിങ്ങൾ പറയുന്നത്. ഹസ്രത്ത് മുസ്ലിം ഇതിനൊരു തെളിവ് നൽകിയിട്ടുണ്ട്. ഹൃദയം ശരീരത്തിന് രക്തം സപ്ലൈ ചെയ്യുന്നുവല്ലോ. രക്തചംക്രമണത്തിലൂടെ ഇത് തലച്ചോറിലേക്കും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തുന്നു. ശരീരത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിൽ രക്തത്തിനും പങ്കുണ്ട്. അതിനാൽ ഒരു ചിന്തയോ സന്ദേശമോ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കും തുടർന്ന് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നുവെന്ന് പറയാം. ശരീരത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിൽ രക്തചംക്രമണം വഹിക്കുന്ന പങ്ക് എന്താണെന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് ഈ മേഖലയിൽ ഗവേഷണം നടത്താനും കഴിയും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും തുടർന്ന് അതിലേക്ക് വെളിച്ചം വീശുകയും വേണം. ആത്മീയതയുടെ അനുഭവം വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലാണെന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. പക്ഷേ ഹൃദയത്തിനുള്ളിൽ എന്തോ അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു. അത് തലച്ചോറിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു, അത് ശരീരത്തിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു. അതിനുശേഷം ആ വ്യക്തി തൻ്റെ അനുഭവം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആത്മീയതയിൽ മുഴുകിയവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് പഠിക്കാൻ 2 വഴികളുണ്ട്. ഒന്ന് ഗവേഷണം നടത്തുക, രണ്ടാമത്തേത് ആത്മീയതയിൽ സ്വയം മികവ് പുലർത്തുക എന്നതാണ്. എൻ്റെ ചോദ്യം വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഹുസൂർ ഇന്നലെ പരാമർശിച്ചൊരു സംഭവത്തെക്കുറിച്ചാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂ ഖതാദയുടെ ശരീരത്തിൽ നിന്ന് അമ്പ് പുറത്തെടുത്ത് ആ മുറിവിൽ തൻ്റെ ഉമിനീര് പുരട്ടി അത്ഭുതകരമായി സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വാസികളല്ലാത്തവരും നിരീശ്വരവാസികളോടും ഇത്തരം അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ പറയും? ഈയൊരൊറ്റ സംഭവം മാത്രമല്ല, ഇതുപോലുള്ള എണ്ണമറ്റ സംഭവങ്ങൾ ഞാൻ മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറ്റുപോയ വിരൽ കൂട്ടിച്ചേർത്തു, മുറിവുകൾ സുഖപ്പെടുത്തി. സർവശക്തനായ അള്ളാഹു അവിടുത്തെ ഉമ്മിനീരിൽ അനുഗ്രഹം നൽകിയ ഒരു ഭൗതിക മാർഗമായിരുന്നു ഇവ. ഇതൊരു ഓയിൻമെൻറ്റിൻ്റെ ഫലം ചെയ്യുകയായിരുന്നു. ഇത് ബാക്ടീരിയകളാൽ നിറഞ്ഞിരിക്കുമെന്നും അതിൽ അണുബാധ ഉണ്ടാകുമെന്നും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ സർവശക്തനായ അള്ളാഹുവിന് ശക്തിയുണ്ട്. ഒരു അണുബാധ സൃഷ്ടിക്കുന്നതിന് പകരം അണുബാധ ഇല്ലാതാക്കുന്ന വല്ലതും അതിൽ നിന്നും ഉണ്ടായി വന്നിരിക്കാം. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട്. ദിവ്യാത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. വിശ്വസിക്കാത്തവർക്ക് നമുക്കെങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കും? ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ഒരാൾക്ക് കഴിയാത്തതുപോലെ ആളുകൾക്ക് ഈ കാര്യങ്ങളുടെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും ഈ സംഭവം നടന്നു, അത് സംഭവിച്ചതായി ആളുകൾ പറഞ്ഞു. ഇതിനു മുമ്പ് മറ്റു പലരും തങ്ങളുടെ കാലൊടിഞ്ഞതായി അല്ലെങ്കിൽ അസ്ഥി ഒടിഞ്ഞതായി വിവരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് ശരിയാക്കുകയും അവിടെ ഉമിനീർ വെക്കുകയും ചെയ്തു. അങ്ങനെ അത് സുഖപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ഊതി, അല്ലെങ്കിൽ അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് അസ്ഥികൾ ചേർത്ത് വെച്ചപ്പോൾ അത് ശരിയായി. അങ്ങനെ ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. അവ ഇന്നും സംഭവിക്കുന്നു. ആളുകൾ സാധാരണയായി ദിവ്യാത്ഭുതം സംഭവിച്ചു, പക്ഷേ അതെങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്കറിയില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ അത് പ്രാർത്ഥനയിലൂടെയാണ് സംഭവിക്കുകയുണ്ടായത്. പ്രാർത്ഥനയിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ. ചിലപ്പോൾ അവ പ്രാർത്ഥന കൂടാതെ സംഭവിക്കാം. സർവശക്തനായ അള്ളാഹു ഒരാൾക്ക് ആരോഗ്യം നൽകുന്നു. അതിനാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് വ്യക്തിപരമായി സാക്ഷികളായവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അത് സംഭവിച്ചുവെന്ന് അവർ പറഞ്ഞാൽ സംഭവിച്ചു. അപ്പോൾ ഇന്നും ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. ഒന്നും ശരിയായി തീരാത്ത സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് വളരെ ഉന്നതമാണല്ലോ. വഖത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ആരുടെയെങ്കിലും മേൽ കൈകൾ വയ്ക്കുകയും ചെയ്താൽ അവർ സുഖം പ്രാപിച്ചിരുന്നു. അതുപോലെ മറ്റു മഹാത്മാക്കളുടെ സംഭവങ്ങളുമുണ്ട്. കൈവച്ച് ദുആ ചെയ്തതോടെ ഒരു മരുന്ന് നൽകാതെ അവർ സുഖം പ്രാപിക്കുകയുണ്ടായി. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെപ്പറ്റി ദൃഢവിശ്വാസം ഉണ്ടാകുമ്പോൾ സൈക്കോളജിക്കലായി അത് സ്വാധീനം ചെലുത്താറുണ്ട്. ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളുണ്ട്. മനസ്സിലായോ? അഹമ്മദീയത്തിലേക്കുള്ള ക്ഷണം എന്ന പുസ്തകത്തിൽ അവസാന കാലത്തെ അടയാളങ്ങളിൽ ഒന്ന് പെട്ടെന്നുള്ള മരണത്തിൻ്റെ വർധനവായിരിക്കുമെന്ന് പറയുന്നു. 2 കാരണങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത്. ആദ്യത്തേത് മദ്യപാനവും രണ്ടാമത്തേത് അമിത ജോലി കാരണമുള്ള സമ്മർദ്ദം മൂലം നരമ്പുകൾക്കുണ്ടാകുന്ന ബലഹീനതയുമാണ്. ഡോക്ടർമാർ അല്ലെങ്കിൽ ഖുദ്ദാം എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കാൻ സാധിക്കുക? ഹുസൂർ അൻവറിൻ്റെ മാർഗനിർദ്ദേശം എന്താണ്? മദ്യവുമായി ബന്ധപ്പെട്ട് ഒരാൾ ദിവസവും ഒരു പെഗോ ഒരു ഗ്ലാസ് മദ്യമോ കുടിച്ചാൽ ഒരു ദോഷവുമില്ലെന്ന് അവർ മുമ്പ് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ്
ഒരു ഗ്ലാസ് പോലും കുടിക്കരുതെന്ന് എഴുതിയ പുതിയ ഗവേഷണം ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇത് ഞരമ്പുകളെയും ബാധിക്കുന്നുവെന്ന് അവർ സ്വന്തം ഗവേഷണത്തിൽ നിന്ന് തെളിയിച്ചു. ഞരമ്പുകളുടെ ബലഹീനത ഉണ്ടാകുന്നു. അതിനാൽ അവർ അതിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവ ദോഷകരമാണെന്ന് ആത്യന്തികമായി പ്രഖ്യാപിക്കേണ്ടി വരും. ഇതിൽ നിന്നാണ് സമ്മർദ്ദം ജനിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ശക്തമായ ഞരമ്പുകൾ ഉണ്ടെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാവുകയില്ല. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായ വിഷാദത്തിലേക്ക് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച വൃത്തമാണ്. ഇത് ലൗകികരിൽ വ്യാപകമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, സദ്വൃത്തർക്ക് ഹൃദയത്തിൽ സംതൃപ്തി ലഭിക്കണമെങ്കിൽ അവർ അള്ളാഹുവിനെ ഓർക്കണമെന്ന്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സംതൃപ്തിക്കായി അള്ളാഹുവിനെ ഓർക്കുക. നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഹുസൂർ, ഈ ദിവസങ്ങളിൽ സാനോ ട്രാൻസ്പ്ലാന്റുകളുടെ മറ്റൊരു തരംഗം ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വിവിധ മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിലേക്ക് മാറ്റിവെക്കുന്നു. മനുഷ്യരിൽ മൃഗങ്ങളുടെ അവയവങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഹുസൂറിന്റെ നിർദ്ദേശങ്ങൾ എന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പന്നിയുടെ ഹൃദയം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആളുകൾ പറയുന്നു. എന്നാൽ അത് ഉപയോഗിക്കുന്നത് സാധ്യമാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ ഒരു ദോഷവുമില്ല. ഇതിലൂടെ മനുഷ്യജീവൻ രക്ഷപ്പെടുമെങ്കിൽ രക്ഷക്കായി എല്ലാം അനുവദനീയമാണ്. പന്നിമാംസം ഭക്ഷിക്കുന്നത് അനുവദനീയമാണെങ്കിൽ ഇവിടെ രക്ഷപ്പെടുത്താനായി ഇതും ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു ഉദാഹരണം നൽകി നമുക്കൊരു വഴികാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ നിങ്ങൾ സിംഹത്തിൻ്റെ ഒരു ഹൃദയം വെച്ചോ. الله حافظ وفر. അടുത്ത ദിവസം ഞായറാഴ്ച ജമാഅത്ത് അഹമ്മദിയ കാനഡയിലെ മജ്ലിസ് ആമിലേക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിനൊപ്പം മുലാഖാത്ത് നടത്താനുള്ള അവസരം ലഭിച്ചു. മുലാഖാത്തിനായി ആമില അംഗങ്ങൾ പ്രത്യേകം യാത്ര ചെയ്ത് ഇസ്ലാമാബാദ് UK വരികയുണ്ടായി. ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ നേതൃത്വം നൽകിയ ദുആയോടുകൂടി മുലാഖാത്ത് ആരംഭിച്ചു. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീ എല്ലാ ആമില അംഗങ്ങളോടും അവരുടെ റോളുകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. ദേശീയ സെക്രട്ടറി തബ്ലീഗിനോട് സംസാരിക്കവേ അവരുടെ തബ്ലീഗ് ശ്രമങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ മാർഗനിർദ്ദേശം നൽകി. നിങ്ങൾ വിശാലമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ ആരെങ്കിലും ബയ്യത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും ചുരുങ്ങിയത് യഥാർത്ഥ ഇസ്ലാമിനെയും അഹമ്മദിയത്തിനെയും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ നമുക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ പുരോഗതി ഉണ്ടാകും. സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് പുരോഗതി ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് തബ്ലീഗിൻ്റെ ശ്രമങ്ങൾ വേണ്ട രീതിയിലില്ല. നിങ്ങൾക്കൊരു പ്രദേശത്തിൻ്റെയോ നഗരത്തിൻ്റെയോ ഉദാഹരണം നൽകാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്നാൽ മറ്റുള്ള നഗരങ്ങളിൽ അതില്ല. ജമാഅത്തുകൾ സ്ഥാപിതമായ വലിയ നഗരങ്ങളിൽ നിങ്ങൾക്ക് പറയാം, കാലിക്കറിയിൽ ഇത്രയും ആളുകൾ പങ്കെടുത്തു, അല്ലെങ്കിൽ ടൊറൻറ്റോയിൽ ഇത്രയും ആളുകൾ വന്നിരുന്നു. പക്ഷേ അവർ കൂടുതലും നിങ്ങളെ അറിയുന്നവരായിരിക്കും. അതുപോലെ പത്രങ്ങൾ കാരണം ചില പബ്ലിസിറ്റി കിട്ടുന്നുമുണ്ട്. ഇതിൻ്റെ ഫലമായി കുറച്ച് ആളുകൾ അറിയുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ഇതല്ല സ്ഥിതി. ഇതിനായി നിങ്ങൾ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുകയും വേണം. നിങ്ങൾ പഴയ രീതികൾ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പുതിയ വഴികൾ പ്ലാൻ ചെയ്യുക. പുതിയ ആളുകളോട് ചോദിക്കുക. യുവാക്കളോട് തബ്ലീഗിൻ്റെ പുതിയ വഴികളെക്കുറിച്ച് ചോദിക്കുക. ഇതുകൂടാതെ നിങ്ങളുടെ ടീമിൽ സോഷ്യൽ സയൻസുമായി ബന്ധമുള്ള ആളുകളെ ഉൾപ്പെടുത്തുക. എന്നിട്ട് തബ്ലീഗ് എങ്ങനെ വിശാലമാക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിക്കുകയാണ് വേണ്ടത്. മുലാഖാത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് കാനഡയിലെ അമീർ ജമാഅത്ത് ലാൽ ഖാൻ മലിക് സാഹിബുമായി അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറയുകയുണ്ടായി. താൻ എങ്ങനെയാണ് അഹമ്മദിയ ജമാഅത്തിലേക്ക് വന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ലാൽ ഖാൻ മലിക് സാഹിബ് ഒരു അഹമ്മദി മുസ്ലിം ഹെഡ് മാസ്റ്ററിൻ്റെ കീഴിൽ സ്കൂൾ നടത്തിയിരുന്ന ഗ്രാമത്തിൽ നിന്നുള്ളയാളായിരുന്നു. അഹമ്മദി ഹെഡ് മാസ്റ്റർ നടത്തിയിരുന്ന സ്കൂൾ നല്ല നിലവാരം പുറത്തിരുന്നോ? അഹമ്മദിയായിരുന്ന ഹെഡ് മാസ്റ്റർ അതെ, അത് നല്ലൊരു സ്കൂളായിരുന്നു. കൊണ്ടാണോ? അഹമ്മദിയായിരുന്ന ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ടാണ് നല്ല സ്കൂളായത്. അദ്ദേഹം ചൗധരി ബഷീർ അഹമ്മദ് സാഹിബായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അഹമ്മദിനെ കുറിച്ച് ബോധ്യപ്പെടാൻ ഇത് മതിയാകുമായിരുന്നല്ലോ. ഹുസൂർ, സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു. ഏറ്റവും നല്ല വ്യക്തി അദ്ദേഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഒരു കാദിയാനിയായിരുന്നു എന്നതാണ്. അഹമ്മദി പ്രധാന അധ്യാപകൻ സത്യസന്ധമായി പ്രവർത്തിക്കുകയായിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം നിങ്ങളത് അംഗീകരിക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. അവനൊരു കാദിയാനിയാണ് എന്നതായിരുന്നു ഒരു പ്രശ്നം. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ ചില വിദ്യാർത്ഥികൾ ആളുകൾക്കിടയിലേക്ക് പോകുമായിരുന്നു. തബ്ലീഗിൻ്റെ ഒരു മാർഗം കർഷകരെ പോയി കാണുക എന്നതായിരുന്നു. അവർ അവരുടെ വയലിൽ പണിയെടുക്കുമായിരുന്നു. ഞങ്ങളുടെ അഹമ്മദ് വിദ്യാർത്ഥികൾ പലരും ഭൂവുടമകളുടെ മക്കളായിരുന്നു. അതുകൊണ്ട് ചിലർ വയലിൽ ഉഴുതുമറിക്കാൻ സഹായിക്കുമായിരുന്നു.
ചിലർക്ക് ടാപ്പ് ശരിയാക്കും, അല്ലെങ്കിൽ വെള്ളം നനയ്ക്കും. എന്നിട്ട് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും ഞങ്ങളൊരാൾ പറയുകയുണ്ടായി. അയാളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കൊരു വക്കീൽ ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദ് മദർ സാഹിബിനെ അറിയുമോ? ഞാൻ മറുപടി പറഞ്ഞു, അതെ അറിയാം, അദ്ദേഹം ഞങ്ങളുടെ പ്രദേശത്തെ അമീറാണ്. അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ ഒരു നല്ല വ്യക്തിയാണ്, ആ നിലവാരമുള്ള മറ്റൊരു വക്കീലില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹം മിർസായിയാണ്. നിങ്ങളുടെ കാര്യവും ഇതിന് സമാനമായിരുന്നു. നിങ്ങളും ചോദ്യം ബഷീർ സാഹിബ് ഒരു നല്ല വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹം ഒരു മിർസായിയാണ് എന്നാണ് പറഞ്ഞത്. കുറഞ്ഞത് നിങ്ങൾ ശരിയായ വഴിയിലേക്ക് നയിക്കപ്പെട്ടു, മറ്റേയാൾ നേരെ മാർഗത്തിൽ എത്തിപ്പെട്ടില്ല. ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് ഉമൂറെ ആമ സെക്രട്ടറിയുമായി സംസാരിക്കുകയും വകുപ്പിൻ്റെ വിപുലമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഉമർ ആമ വകുപ്പിന് വിപുലമായ ചുമതലകളുണ്ട്. അവർ ആളുകളോട് ദയാലുകളാകേണ്ടതുണ്ട്. ജോലി, താമസം എന്നിവ കണ്ടെത്താൻ ആളുകളെ സഹായിക്കുക, പുതിയതായി വരുന്ന ആളുകൾക്കായി എങ്ങനെ തങ്ങളുടെ ഒപ്പം ഉൾക്കൊള്ളിക്കണം എന്നത് സംബന്ധിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. നിങ്ങളിതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകും. കൂടാതെ ഉമറാമയെക്കുറിച്ചുള്ള ആളുകളുടെ ഭയവും ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ആളുകൾ ചിന്തിക്കുക, ഇതൊരു സാമൂഹ്യ സേവന വകുപ്പാണോ എന്ന്. ചില സമയങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ നവീകരണത്തിനായി ചില കാര്യങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുകയാണ്, ഇവർ നിർവഹിക്കുന്നത് അധിക ജോലിയാണ് എന്നൊക്കെ ഒരു ചിന്തിക്കും. ഇങ്ങനെ ഈ ഭയം മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ജനങ്ങളോട് പറയണം, നോക്കൂ, ഞാനൊരു ഉമറാമ സെക്രട്ടറി മാത്രമാണ്, എനിക്ക് നടപടിയെടുക്കേണ്ട ഒരു നിർദ്ദേശം ലഭിച്ചു, അതിനാലാണ് ഞാൻ അത് അയച്ചത്. നിങ്ങളിത് അംഗീകരിച്ചാൽ ജമാഅത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള ഗുണം ലഭിക്കും. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഏതെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു ആ നഷ്ടം മറ്റേതെങ്കിലും വിധത്തിൽ നികത്തുന്നതായിരിക്കും. നിങ്ങളിത് ആളുകളോട് സമാധാനത്തോടെയും സ്നേഹത്തോടെയും വിശദീകരിച്ചാൽ അപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലാകും. അങ്ങനെ പലരും തീരുമാനം അംഗീകരിക്കുകയും ചെയ്തേക്കാം. ഇനി അവർ തീരുമാനത്തെ എതിർത്താലും കുറഞ്ഞത് അവർ നിങ്ങൾക്ക് എതിരായിരിക്കില്ല. കൂടാതെ ഉമറാമ വകുപ്പിനെതിരെ പരാതികളുണ്ടാകില്ല. ഉമറാമ വകുപ്പിന് വലിയ ദൃഢനിശ്ചയവും ക്ഷമയും ആവശ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 85? എനിക്ക് 82 വയസ്സായി. നിങ്ങളിൽ ആർക്കാണ് 85 വയസ്സുള്ളത്? ആരും ഇല്ലേ? നിങ്ങൾക്ക് 85 വയസ്സുണ്ടോ? നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായ വർഷം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് 82 വയസ്സ് പ്രായമുണ്ടായിരിക്കണമല്ലോ. നിങ്ങൾ 1942 ജനിച്ചതാണോ? 1942 ജനിച്ചത്. നിങ്ങളുടെ ലേഖനത്തിൽ അത് 1942 എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പ്രകാരം നിങ്ങൾ 83 വയസ്സാണ് ആകേണ്ടത്. നിയമപ്രകാരം എൻ്റെ വയസ്സ് 85 ശരി, നിങ്ങൾ ഇരിക്കൂ. നിങ്ങളുടെ മാസികയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായം 1942 അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 83 വയസ്സുണ്ട് അല്ലേ? നിങ്ങളുടെ കണക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അടുത്തത്, വസിയത്ത് സെക്രട്ടറിയോട് സംസാരിക്കവേ സത്യസന്ധതയും പ്രാധാന്യം ഹുസൂർ അൻവർ ഊന്നി പറഞ്ഞു. ആളുകളോട് പറയുക, വസിയത്തിൻ്റെ അടിസ്ഥാനം തഖ്വയായിരിക്കണം. വസിയത്ത് ഒരു എക്സ്ട്രാ ത്യാഗമാണ്. ഒരാളുടെ വരുമാനത്തിനനുസരിച്ച് ചന്ത നൽകാൻ അത് ആവശ്യപ്പെടുന്നു. മിഷണറി ഇൻചാർജ്, മറ്റ് മുബല്ലിഗുമാർ, തെർബിയത്ത് സെക്രട്ടറി, വസിയത്ത് സെക്രട്ടറി എന്നിവർ ഈ ആത്മാവ് ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ആളുകളോട് പറയുക, ആരെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ യഥാർത്ഥ വരുമാനത്തിനനുസരിച്ച് സത്യസന്ധമായി ചന്ത നൽകണം. തീർച്ചയായും അവർ വസിയത്ത് പദ്ധതിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. അത് ശരി തന്നെ, അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് സത്യസന്ധത എന്നത്. ഒരാളുടെ അവസ്ഥകൾ എന്താണ്, അത് സത്യസന്ധതയോട് പറയുക. സത്യസന്ധതയ്ക്ക് എപ്പോഴും മുൻഗണന നൽകുകയാണ് വേണ്ടത്. ഹുസൂർ, ഞാൻ താലീമുൽ ഖുർആൻ വഖഫ് ആർസി സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്നു. ആളുകളെ അവരുടെ സമയം 2 ആഴ്ച വഖഫ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. വിവിധ ജമാഅത്തുകളിൽ പോയി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. സ്വയം ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. സ്വയം നമസ്കാരത്തിലേക്കും പ്രാർത്ഥനയിലേക്കും തർബിയത്തിലേക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. വഖഫ് ആർസി പദ്ധതി ആരംഭിച്ചതിന് കാരണം ഇതാണല്ലോ. ഇത്രയും വലിയ ജമാഅത്ത് ആയതിനാൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 5000 പേരുടെ ടാർഗറ്റ് നിങ്ങൾ ലക്ഷ്യം വെക്കണം. മുലാഖാത്ത് സമയത്ത് പങ്കെടുത്തവരിൽ ഒരാൾ സോഷ്യൽ മീഡിയയിലെ ചില അഹമ്മദികൾ മോശം ഭാഷയോട് സമാനമായ രീതിയിൽ പ്രതികരിക്കുന്നതായി പരാമർശിച്ചു. ഇത് നമ്മുടെ രീതിയല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ചീത്തവിളികൾക്കെതിരെ പ്രാർത്ഥനയോടെ പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ രീതി. ഇത് തബ്ലീഗായി കണക്കാക്കാൻ കഴിയില്ല.
തെറിക്ക് മറുപടി തെറി പറഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ഖുദ്ദാം, അൻസാറുള്ള, ലജന എന്നിവയുടെ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരത് ക്ഷമയോടും ശാന്തരോടും കൂടി ചെയ്യുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ അതേ വാക്കുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു പ്രയോജനവുമില്ല. അള്ളാഹു ഫിറൗനോട് പോലും സൗമ്യതയോടെ സംസാരിക്കാൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് നിർദ്ദേശിക്കുകയുണ്ടായില്ലേ? ഹുസൂർ, സെക്രട്ടറി താലീമിൻ്റെ പ്രധാന ചുമതലകളിൽ ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇക്കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. കമ്പനികൾ ജീവനക്കാർക്ക് പകരം AI ഉപയോഗിക്കുന്നു. ഹുസൂർ, അങ്ങയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ച്? നിങ്ങളും AI പഠിക്കുക. നിങ്ങൾ AI വിദഗ്ധനായാൽ അവർക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങൾ നിർമ്മിച്ചു കൊടുത്താൽ അവർ നിങ്ങൾ ജോലിക്കാരനായി നിയമിക്കും. എന്നാൽ AI നിങ്ങൾ അതിൽ ഇൻപുട്ട് ചെയ്യുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതിന് സ്വന്തമായൊരു തലച്ചോറില്ല. ആത്യന്തികമായി പ്രവർത്തിക്കാൻ ഒരു മനുഷ്യ മസ്തിഷ്കം ആവശ്യമാണ്. നൂതനമായ കാര്യങ്ങൾ ഉപയോഗിച്ച് AIയെ പോഷിപ്പിക്കാൻ കഴിയുന്ന അത്ര കഴിവുള്ള ബുദ്ധികളെ കമ്പനികൾ തേടും. അവരിൽ അമതികളും ഉണ്ടായിരിക്കണം. ഇതിനായി നിങ്ങൾ പരിശ്രമിക്കുക. ചൈന അമേരിക്കൻ ഓഹരി വിപണിയെ ശതകോടിക്കണക്കിന് $1 ട്രില്യൺ താഴ്ത്തി. ഒരു പ്രോഗ്രാം എഴുതാൻ അമേരിക്ക $20 ബില്യൺ ഉപയോഗിക്കുമ്പോൾ ചൈന അത് ചെയ്യാൻ $5 ദശലക്ഷം മാത്രമാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? അവർക്ക് ചൈനയിൽ കഴിവുള്ള തലച്ചോറുകളുണ്ട്. അത്തരം മനസ്സുകൾ നിങ്ങൾ വളർത്തിയെടുക്കുക. അവ ഗുണം ചെയ്യും. എന്തായാലും നമ്മൾ ലോകവുമായി മത്സരിക്കണം. ലോകം ഏത് മേഖലയിൽ മികവ് പുലർത്തിയാലും നാമും ആ മേഖലയിൽ മികവ് പുലർത്താൻ ശ്രമിക്കണം. അതിനാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിരുകൾ എന്തായിരിക്കണമെന്നും അവരോട് പറയാൻ നമുക്ക് കഴിയും. മനസ്സിലായോ? ലൗകിക ജനതയുടെ ദർശനം വളരെ ദൂരെയുള്ളതാണ് എന്നും അവർ പലപ്പോഴും 30 വർഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുമെന്നും നമ്മൾ ഈ രീതിയിൽ ആസൂത്രണം ചെയ്യണമെന്നും താങ്കൾ ഒരിക്കൽ പറയുകയുണ്ടായി. നാം അത് ചെയ്യണം, പക്ഷേ ലൗകിക മനുഷ്യരെ മാറിക്കൊണ്ടല്ല. അതിനാൽ ഉസൂർ, ആ ആസൂത്രണം ചെയ്യുമ്പോൾ നാം എന്താണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത്? അത് നടപ്പാക്കേണ്ടത് എങ്ങനെയാണ്? എന്താണ് അഹമ്മദിയമാത്തിൻ്റെ ലക്ഷ്യം? അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതിൻ്റെയും സന്ദേശം ലോകമെമ്പാടും വ്യാപിക്കുക എന്നതല്ലേ? ഇതിനായി ഹ്രസ്വകാല ആസൂത്രണവും ദീർഘകാല ആസൂത്രണവും നാം ചെയ്യണം. തൻ്റെ വരവിനെക്കുറിച്ച് വാഗ്ദത്തം മസീഹ് അലൈഹിസ്സലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാമിക അധ്യാപനക്കനുസൃതമായി മനുഷ്യനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും പരസ്പരം കടപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ആ അവകാശങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അനാഥർ, വിധവകൾ, ദരിദ്രർ, ഭാര്യ, ഭർത്താവ് എന്നിവർക്കുള്ള അവകാശങ്ങൾ, നിരവധി വ്യത്യസ്ത അവകാശങ്ങൾ. അടുത്തിടെ നിരവധി ജലസകളിൽ ഞാൻ വിവിധ അവകാശങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയുണ്ടായി. അവയ്ക്ക് പുറമെ ഇനിയും പലതും ഉണ്ട്. അവയെല്ലാം ഞാൻ കവർ ചെയ്തതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ അവകാശങ്ങൾ നിറവേറ്റാൻ നാം ഏത് ക്രമത്തിലാണ് പരിശ്രമിക്കേണ്ടത്? ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത്? പ്രയോറിറ്റി അനുസരിച്ച് നമ്മളത് നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യം? എങ്ങനെയാണ് നമുക്ക് ലോകത്തെ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുക? നിങ്ങളെല്ലാവരും ഇത് ആസൂത്രണം ചെയ്യണം. ഇതിനൊരു പ്ലാൻ തയ്യാറാക്കണം. ഓരോ രാജ്യത്തിൻ്റെയും മുൻഗണന വ്യത്യസ്തമായിരിക്കാം. നിങ്ങളിത് വിശകലനം ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്. മനസ്സിലായോ? തഹ്രീക് ജദീദിൻ്റെ നിയമങ്ങളുടെ വെളിച്ചത്തിൽ സമ്പാദിക്കുന്ന അംഗങ്ങളുടെ യഥാർത്ഥ വരുമാനം വിലയിരുത്തിക്കൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് മാൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഇത് ബന്ധപ്പെട്ട് ഒരു ജമാഅത്തിൻ്റെയും സദറും പ്രാദേശിക മാൽ സെക്രട്ടറിയും ഒരു വരുമാനക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന വരുമാനവും വിലയിരുത്തിക്കൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ, ആ വ്യക്തിയെ ഉപദേശിച്ചിട്ടും അയാൾ വരുമാനം കുറവാണെന്ന് പറയുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? യാഥാർത്ഥ്യം എന്തെന്നാൽ പ്രാദേശിക മാൽ സെക്രട്ടറിയും സദർ ജമാഅത്തും ആക്റ്റീവാണെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയുക, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ വരുമാനം ഇത്രയാണെന്നാണ് ഞങ്ങളോട് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ കാരണം ഇതിനനുസൃതമായി നിങ്ങൾക്ക് ചന്ത നൽകാൻ കഴിയില്ലെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂടുതലാണെങ്കിലും ഇത്ര ചന്തയെ നൽകൂ എന്ന് പറയുക. അങ്ങനെ നിങ്ങൾക്ക് കുറഞ്ഞത് സത്യത്തിൽ നിലകൊള്ളാൻ സാധിക്കും. മനസ്സിലായോ? ഇക്കാര്യത്തിൽ നാം ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. ചിലർക്ക് ഇതിൽ ലജ്ജ തോന്നുന്നു. ചില ആളുകൾ എനിക്ക് കത്തുകൾ എഴുതുന്നു. അവരുടെ ചന്തകളുടെ തോത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് എനിക്ക് നിരവധി കത്തുകൾ ലഭിക്കാറുണ്ട്. 3 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ശരിയായ തോത് അനുസരിച്ച് ചന്ത നൽകാം എന്ന് പറയുന്ന മറ്റൊരു കത്ത് വരുന്നു. അത്തരം ആത്മാർത്ഥരായ ആളുകളുമുണ്ട്. ശരി, കുറവാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അടുത്ത വർഷം അത് കൂടുതൽ കുറയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജോലി നികുതി പിരിക്കുകയില്ല. കേട്ടോ, ഞങ്ങൾ നികുതി പിരിക്കുന്നവരല്ല.
ഞങ്ങൾ ആളുകളിൽ നിന്ന് പണം പിഴിയുന്നവരുമല്ല. സാമ്പത്തിക ത്യാഗത്തിന് ഒരു ആത്മാവാണ് നാം സൃഷ്ടിക്കേണ്ടത്. നിങ്ങളുടെ മിഷണറിമാർ, സെക്രട്ടറി തെർബിയത്ത്, സെക്രട്ടറി ഫിനാൻസ്, സെക്രട്ടറി മാല്, അതുപോലെ തന്നെ ആമില അംഗങ്ങൾ എന്നിവർ ഒരു സ്വയം നല്ല മാതൃക സ്ഥാപിക്കുന്ന ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. സെക്രട്ടറി മാൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അയ്യദുല്ലാ തല ബിൻ ലസീനോട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ബഡ്ജറ്റ് കുറക്കുന്ന ജമാഅത്തുകളെ കുറിച്ച് ചോദിച്ചു. ഒരാൾ അവരുടെ വരുമാനത്തിന് കഴിഞ്ഞ വർഷം കൂടുതൽ ചന്ത നൽകിയതിനാൽ ഈ വർഷവും അവരുടെ വരുമാനം തീർച്ചയായും അത്ര തന്നെയായിരിക്കുമെന്ന വാദം അടിസ്ഥാനമില്ലാത്തതാണ്. ബിസിനസ് ഇടിഞ്ഞ് നിരവധി ബിസിനസ്സുകാരുണ്ട്. അവർ കഴിഞ്ഞ വർഷം കൂടുതൽ നൽകിയെങ്കിലും ഈ വർഷം അത്ര നൽകാൻ കഴിഞ്ഞില്ല. ഇത് ന്യായമായൊരു കാരണമാണ്. നിങ്ങളത് അംഗീകരിക്കണം. ഇതൊരു ശീലമായി മാറുകയാണെങ്കിൽ നിങ്ങൾ അവരെ ഇരുത്തി അവരുമായി ഒരു മീറ്റിംഗ് നടത്തുക. അപ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് അനുകമ്പ ആവശ്യപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ അവരോട് അനുകമ്പ കാണിക്കുക, അവരുടെ തോത് കുറയ്ക്കുകയും വേണം. നമ്മുടെ വിവരങ്ങൾ സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. നമ്മുടെ അടിത്തറ അതായിരിക്കണം. അതിനാൽ അവിടെയുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. ലോക സമ്പദ് വ്യവസ്ഥ തകരുകയാണ്. ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഇതുകൂടാതെ വിലക്കൂടുതൽ കാരണം ചെലവ് കൂടുന്നു. ആളുകൾക്ക് തോതനുസരിച്ച് തന്ത നൽകാൻ കഴിയില്ല. അതിനാൽ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി സഹാനുഭൂതിയുടെ കണ്ണിലൂടെ ഇതെല്ലാം പരിശോധിക്കുകയും ഒരു ടീം രൂപീകരിക്കുകയും ഇൻസ്പെക്ടർമാരെയും നായബമീർമാരെയും മിഷണറിമാരെയും അയക്കുകയും ചെയ്താൽ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ സർവശക്തനായ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു, ഇപ്പോൾ അതിൽ അനുഗ്രഹം നൽകുന്നത് നിൻ്റെ ജോലിയാണ് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞങ്ങൾ ലങ്കർഖാനയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ 1.5 ലക്ഷം ആളുകൾക്ക് റൊട്ടി ഉണ്ടാക്കാൻ ഓർഡർ വരുമായിരുന്നു. ഞങ്ങൾക്ക് 80,000 ആൾക്കുള്ള റൊട്ടി മാത്രമാണ് പാകം ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ വിതരണം ചെയ്യുമ്പോഴോ അത് 1.25 ലക്ഷം ആകും. അത് ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. അതിനാൽ അള്ളാഹു അതിൽ തൻ്റെ അനുഗ്രഹങ്ങൾ ചെയ്യും. അതെ സർ. അതുപോലെ ഇന്ന് നിങ്ങളുടെ വരുമാനത്തിൽ അവൻ തൻ്റെ അനുഗ്രഹങ്ങൾ നൽകും. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് യഥാർത്ഥമായിട്ടുള്ളത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും തഖ്വയിൽ അധിഷ്ഠിതമാണെങ്കിൽ സർവശക്തനായ അള്ളാഹു അതിന് അനുഗ്രഹം നൽകുന്നു. മനസ്സിലായോ? ചില കാര്യങ്ങൾ സർവശക്തനായ അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയും നിങ്ങൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ റിഷ്തനാത്ത വകുപ്പിലൂടെയും മർക്കസ് വെബ്സൈറ്റിലൂടെയും നിരവധി ബന്ധങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും വിജയനിരക്ക് വളരെ കുറവാണ്. 1% പോലും കുറവാണ്. ഇതിനെക്കുറിച്ച് ഹുസൂറിൻ്റെ മാർഗ്ഗനിർദ്ദേശം എന്താണ്? നിങ്ങളുടെ ജോലി ശ്രമങ്ങൾ തുടരുക എന്നതാണ്. അതിനാൽ പരിശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരു ബന്ധം ശുപാർശ ചെയ്യുന്നു. പെണ്ണിൻ്റെ ആളുകൾ ചെക്കനിന് കുറവുകൾ ഉണ്ടെന്ന് പറയുന്നു. അതേസമയം ചെക്കൻ്റെ ആളുകൾ പെണ്ണിന് കുറവുകൾ കൊണ്ടെന്ന് പറയുന്നു. വിദ്യാസമ്പന്നരും വരുമാനമുള്ളവരുമായ ചെക്കന്മാരുടെ മാതാപിതാക്കൾ പലപ്പോഴും പറയുന്നത് ഇവരുടെ വിവാഹം ഞങ്ങൾ തന്നെ നടത്തിക്കൊള്ളാമെന്നാണ്. കാരണം അവർക്ക് വല്ല ഗുണവും ലഭിക്കുന്ന മക്കളാണ് അവർ അവരിൽ നിന്ന് പണം എടുക്കേണ്ടതുണ്ട്. അതിനാൽ പുരുഷൻ പണം നൽകുന്നതിനെ എതിർക്കാത്ത ഒരു ഭാര്യയെ അവർ കൊണ്ടുവരും. പ്രായമായി കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം നിങ്ങൾ ക്രമീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പ്രായമായി കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിനാൽ അവർ 26, 27 അല്ലെങ്കിൽ 28 വയസ്സ് വരെ അവർ ചെന്നെത്തുന്നു. തുടർന്നൊരു ബന്ധം കണ്ടെത്തുന്ന ബുദ്ധിമുട്ടായിത്തീരുന്നു. അതിനാൽ തർബിയത്ത് വകുപ്പ്, മിഷണറിമാർ, മൗലവിമാർ എന്നിവയിലൂടെ ഈ കാര്യങ്ങൾ എന്നിവർ മുഖേന ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. എത്തിയാൽ ബന്ധം അന്വേഷിക്കുക. നല്ല ബന്ധം ലഭിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് അവരെ വീണ്ടും ഉപദേശിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇതിനായി നിങ്ങൾ പരിശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ച നടന്ന മുലാഖാത്തുള്ള ഹൈലൈറ്റുകളാണിവ. ഇനി നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം, അതായത് ജുമാ ഖുത്ബ സംഗ്രഹം. ഇന്നത്തെ ഖുത്ബ ജുമായിൽ ഹുസൂർ അൻവർ ഖൈബർ യുദ്ധത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചു. ഖുത്ബയുടെ അവസാനം ഹുസൂർ തിരുമനസ് ദുആക്കു വേണ്ടി ആഹ്വാനം ചെയ്തു. ദുആക്ക് വേണ്ടി ഞാൻ പൊതുവെ പറയാറുള്ളതാണല്ലോ. ലോകത്തിനു വേണ്ടി, മുസ്ലിം ലോകത്തിനു വേണ്ടി, പ്രത്യേകിച്ച് പലസ്തീനികൾക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യുക. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്ന് കരുതി ആളുകൾ സന്തുഷ്ടരാണെന്ന് തോന്നുന്നു. പക്ഷേ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നയങ്ങളും പദ്ധതികളും അന്യായത്തിൻ്റെ മറ്റൊരു പാരമ്യതയിൽ എത്തിച്ചിരിക്കുകയാണ്. പുതിയ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തിന് അപകടകാരിയായേക്കാം. പക്ഷേ അദ്ദേഹം പുറം ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടില്ല എന്ന് അമേരിക്കക്കാർ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുഴുവൻ ലോകത്തിനും ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. അള്ളാഹു പലസ്തീനികളുടെ മേൽ കരുണ കാണിക്കട്ടെ, ലോകത്തിൻ്റെ മേൽ കരുണ കാണിക്കട്ടെ, അവരെ രക്ഷിക്കട്ടെ. അറബ് രാജ്യങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഐക്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ പലസ്തീൻ മാത്രമല്ല, മറ്റ് അറബ് രാജ്യങ്ങൾക്കും കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും.
ഇപ്പോൾ ചില മുസ്ലിങ്ങൾ പോലും പലസ്തീനികൾക്ക് അനുകൂലമായും അവർ നേരിടുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും ശബ്ദമുയർത്താൻ തുടങ്ങിയെങ്കിലും അധികാരത്താൽ ലഹരി പിടിച്ച വൻ ശക്തികൾ ആരെയും ശ്രദ്ധിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ഏക ശക്തി. അതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവരുടെ അവസ്ഥയും ചിലപ്പോൾ കഠിനതരമായി തീരാറുണ്ട്, അതായത് എതിർപ്പിൻ്റെ കാര്യത്തിൽ. ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. മറ്റു നാടുകളിൽ അന്യായത്തിനിരയായ ആളുകൾക്ക് വേണ്ടിയും അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവരെയും സംരക്ഷിച്ച് നിർത്തുമാറാകട്ടെ. ലോകത്തിന് ബുദ്ധി നൽകുമാറാകട്ടെ. സമാധാനം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകട്ടെ. അള്ളാഹു നമുക്ക് ദുആ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.